STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം വില്ലേജ് ഓഫീസ് തല്ലി തകർത്ത സംഭവത്തിൽ 5 പേർ റിമാൻഡിൽ. നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയെ 1 കിലോ കഞ്ചാവ് സഹിതം വാടാനപ്പള്ളി പോലീസ് പിടികൂടി. സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടിനെതിരെ തൃപ്രയാറിൽ വികലാംഗരുടെ ധർണ. വാർത്തകൾ വിശദമായി. ഹർത്താൽ ദിനത്തിൽ കയ്പമംഗലം വില്ലേജ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ 5 DYFI പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്തു. കയ്പമംഗലം അകമ്പാടം സ്വദേശി പോഴേക്കണ്ടേലി വീട്ടിൽ സുനോജ്, കാളമുറി ഇല്ലത്തുപറമ്പിൽ കാസിം, ചളിങ്ങാട് കൊച്ചിക്കപ്പറമ്പിൽ സിറാജ് മരക്കാർ, ചളിങ്ങാട് പുതിയ വീട്ടിൽ റഫീഖ്, വഴിയമ്പലം ചിറയത്ത് സലീഷ് എന്നിവരാണ് റിമാൻഡിലായത്. ഇക്കഴിഞ്ഞ 19-ന് പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് LDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെയാണ് വില്ലേജ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നിരുന്നു. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ കഞ്ചാവ് മൊത്തവിൽപ്പനക്കാരനെ 1 കിലോ കഞ്ചാവ് സഹിതം വലപ്പാട് CI PC ഹരിദാസനും സംഘവും അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് കറുകത്തല വീട്ടിൽ അയൂബിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ തളിക്കുളം ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിന് സമീപത്ത് വച്ചായിരുന്നു അറസ്റ്റ്. പോലീസിനെ കണ്ടതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു കഞ്ചാവ്. തീരദേശത്തെ മൊത്ത കച്ചവടക്കാരനാണ് പിടിയിലായത്. പിടികൂടിയ കഞ്ചാവിന് 15,000 രൂപ മാർക്കറ്റിൽ വില വരും. വലപ്പാട്, മതിലകം, കൊടുങ്ങല്ലൂർ സ്റ്റേഷനുകളിൽ നിരവധി കഞ്ചാവ് കേസിൽ പ്രതിയാണ് ഇയാൾ. ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് നിരീക്ഷണം നടത്തിയത്. ASIമാരായ KJ ടോണി, TC രാമനാഥൻ, CPOമാരായ ജയകുമാർ, സുധീഷ് ബാബു, സൂരജ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. ക്ഷേത്രത്തിനടുത്ത് കഞ്ചാവ് വിൽപ്പനക്ക് കൊടുത്തിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ASI രാമനാഥൻ, ASI ടോണി, പോലീസുകാരായിട്ടുള്ള ഫ്രാൻസിസ്, ജിർബാബു, സുധീഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് പ്രതിയെ പിടിച്ചത്. പ്രതി ഓടിച്ചിട്ടാണ് പ്രതിയെ പിടിച്ചത്. 1 കിലോഗ്രാമിൽ കൂടുതൽ കഞ്ചാവുണ്ട്. ഇയാൾക്ക് മതിലകം, വലപ്പാട്, കൊടുങ്ങല്ലൂർ പല സ്റ്റേഷനിലും NDPS കേസിൽ നിലവിലുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നാനോ XL തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കമ്പനി ഡയറക്ടർ പാട്രിക് തോമസിനെ ചോദ്യം ചെയ്യാൻ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ CJM കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാനോ XL കമ്പനിക്കെതിരെ 3 കേസുകളാണ് വാടാനപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കേസെടുക്കാത്ത 100 കണക്കിന് പരാതികളാണ് സ്റ്റേഷനിലുള്ളത്. പെരിഞ്ഞനം അഞ്ചമ്പലത്തിനടുത്ത് ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണർ ബുധനാഴ്ച നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി. നിരവധി സ്ത്രീകൾ പങ്കെടുത്ത മാർച്ച് ടവർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് മുൻപായി പോലീസ് തടഞ്ഞു. മൊബൈൽ ടവർ വേണ്ടേ വേണ്ട, അണിചേരുക നാട്ടാരെ. തുടർന്ന് സ്ത്രീകൾ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർഡ് മെമ്പർ KB അജയ് ഘോഷ്, CM വേലായുധൻ, NK രാമദാസ്, ബിന്ദു സുരേഷ്, സിന്ധു, അനിത രാജൻ എന്നിവർ നേതൃത്വം നൽകി. ടവറിന്റെ കുത്തക മുതലാളിമാർ ഈ ജനവാസ കേന്ദ്രത്തിൽ നിർബന്ധമായും ടവർ പണിയുമെന്ന് പറഞ്ഞ് വളരെയധികം വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിരവധി പ്രാവശ്യം അവരായിട്ട് ചർച്ചകൾ നടത്തുകയും സമരം നടത്തുകയും ഇവർ പിന്തിരിഞ്ഞു പോവുകയുണ്ടായി.
ഇപ്പോൾ കൂടുതൽ സന്നാഹത്തോടുകൂടി വന്ന് ഇവിടെ പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ അവരുടെ ഗുണ്ടകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പണിക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സമരം വിജയമാക്കുന്നതിന് വേണ്ടി മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നതാണ്. കൊപ്രക്കളം കിഴക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. പെരിങ്ങത്തറ രാമചന്ദ്രന്റെ പറമ്പിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ മലമ്പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കണ്ടു ഭയന്ന വീട്ടുകാർ കൂളിമുട്ടം സ്വദേശി അൻസാരിയെ അറിയിച്ചതിനെ തുടർന്ന് ഇയാളെത്തി നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പിടികൂടുകയായിരുന്നു. 11 അടി നീളമുള്ള പാമ്പിന് 26 കിലോഗ്രാം ഭാരമുണ്ട്. ചിറക്കൽ പള്ളിക്കടുത്ത് കുടിവെള്ള പൈപ്പ് തകർന്നു. 2 ദിവസം കുടിവെള്ളം മുടങ്ങും. ബുധനാഴ്ച ഉച്ചയോടെയാണ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പ്രധാന വിതരണ പൈപ്പ് പൊട്ടിയത്. $500 വ്യാസമുള്ള പ്രിമോ പൈപ്പ് പൊട്ടിയതിനാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, എസൻപുരം, എറിയാട് പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി നാട്ടിക ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VN പ്രസന്ന അറിയിച്ചു. ഒക്ടോബർ 6-ന് NES തീരത്ത് നടത്തുന്ന ജലോത്സവത്തോടനുബന്ധിച്ച് വടംവലി മത്സരം സംഘടിപ്പിച്ചു. തൃപ്രയാർ NES കോളേജ് പരിസരത്ത് നടന്ന മത്സരം മലപ്പാട് SI സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന മത്സരത്തിൽ 7 ടീമുകൾ ഏറ്റുമുട്ടി. കയ്പമംഗലം ഗോൾഡൻ റോപ്സ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കല്ലട കരുവാങ്കുളം ആർട്സ് ആൻഡ് സ്പോർട്സ് 2-ാം സ്ഥാനവും മലയാളം സാംസ്കാരിക വേദി പെരിങ്ങോട്ടുകര 3-ാം സ്ഥാനവും നേടി. ചെയർമാൻ ശിവൻ കണ്ണോളി, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, AN സിദ്ധപ്രസാദ്, അനിൽ പുളിക്കൻ, VAH വലപ്പാട് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഫോട്ടോ പ്രദർശന വാഹനം തൃപ്രയാറിലെത്തി. പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്ര വർമ്മ ഫോട്ടോ പ്രദർശനം കാണാനെത്തിയിരുന്നു. എന്നതുപോലെ തന്നെ മറ്റു ഓഫീസുകളും സുതാര്യതയുടെ കുടക്കീഴിലായത് ആധുനിക കേരളത്തിന്റെ പുതിയ ചിത്രം. പിന്നെ ഈ വാർഷിക പദ്ധതി എന്നുള്ളത് മാറ്റി അത് ദീർഘകാല പദ്ധതികൾ 5-year പ്ലാനിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായിട്ടാണ്. പ്രതിവാര ഭാഗ്യക്കുറിയായ കാരുണ്യം, മാരക രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് എതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി 17 ആരോപണങ്ങൾ വിജിലൻസ്. 100 ദിവസം കൊണ്ട് കർമ്മനിരതമായ ഗവൺമെന്റാണ് സംസ്ഥാനത്തുള്ളതെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് അറിഞ്ഞിടത്തോളം എല്ലാ കാര്യങ്ങളും എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഈ പറഞ്ഞ അനുഭവങ്ങൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതിപ്പോൾ അത് പറയേണ്ട കാര്യം കേരളത്തിൻ്റെ പൊതുവായ സമൃദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വ്യക്തിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിൽ അറിഞ്ഞിടത്തോളം എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ വാക്കിൽ ഒതുങ്ങുന്നതല്ല, പ്രവൃത്തിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇങ്ങനൊരു സംരംഭം തുടങ്ങിയ സർക്കാരിന് സർവാത്മന അഭിവാദനവും അഭിനന്ദനവും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ പുളിക്കൻ, നാട്ടിക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, അഡ്വക്കേറ്റ് TM സുനിൽകുമാർ, VD സജീവ്, KP സുഗദാസ്, PM സിദ്ദിഖ്, PSP നസീർ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.